म्यूजिक धमाका। Only on Radio Media Village. പാട്ട് നമ്മൾ കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സെമി ക്ലാസിക്കൽ റൗണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ഈ വേദിയിലേക്ക് എത്തുന്നത് ധന്യ പി മുരളി. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ മണിമല. മണിമല. ഓക്കെ, മണിമല ആറിന്റെ ഒക്കെ സൈഡിൽ നിന്നാണോ? ഏകദേശം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞതും ഇങ്ങോട്ടേക്ക് വന്നതും? FM റേഡിയോ കേട്ട് തന്നെയാണ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ സെമി ക്ലാസിക്കൽ റൗണ്ട് ആണ്. സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ഏത് പാട്ടാണ് എടുത്തിരിക്കുന്നത്? ഞാൻ അമ്പിളിക്കല ചൂടും സോങ് ആണ്. വാ, ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ. 90.8 റേഡിയോ മീഡിയ വില്ലേജ് ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്കയാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ഇപ്പോൾ പാടാനായിട്ട് എത്തിയിരിക്കുന്നത് ധന്യ പി മുരളി. അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലേ തുമ്പമലരിനും ഇടമില്ലേ അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലേ തുമ്പമലരിനും ഇടമില്ലേ പ്രണവമുഖരിതമാമി പ്രകൃതിയിൽ പ്രണയമധുനൈവേദ്യവുമായി വിരിയും മലരിൻ ഇതളിൽ ഹരനുടെ തിരുമിഴി തഴുകുകില്ലേ അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലേ തുമ്പമലരിനും ഇടമില്ലേ ശ്രീ പോലെ മുന്നിലാരോ ചോടി കാടും കർണികാരം സ്വർണശോഭം പൂജാമന്ത്രം പോലെ നീലെ പൂവു നിരതമുയർന്നു മതകരങ്ങൾ ഗിരിതടങ്ങൾ അടവിതം ഹൃദയരാഗം അരുവി പാടി കളകളമാദേവി പാദ ശ്രീ പോലെ മുന്നിലാരോ ശൈലകന്യകതാർ കവർന്നു ഹരഫാല നേത്രമുടനുഴറിയുണരവി പുഷ്പബാണനൊരു മാത്ര കൊണ്ടു ചുടുഭസ്മമായി ഹൃദയമുരുകവി ഉയർന്നു കേളി താളമുടു നിര ഉണർന്നു ധൂളി പടലമുണരവേ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ധന്യ പി മുരളിയാണ് ഇപ്പോൾ പാടി തീർന്നത്. നമുക്ക് നേരെ ജഡ്ജ്മെന്റിലേക്ക് പോകണോ അതോ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ലില്ല, നേരെ ജഡ്ജ്മെന്റിലേക്ക് പോവാം. ജിജിൻ സാറിലേക്ക്. സാർ, ധന്യ സാർ
ധന്യ വളരെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. അല്ലേ, കോൺഫിഡൻസ് അല്ലേ? കോൺഫിഡൻസ് ഇല്ലേന്ന് അല്ല, കുറച്ചൊക്കെ ആണോ? പ്രതീക്ഷ പോലെ പാടാൻ പറ്റിയില്ലേ? ഇല്ല, പാടാൻ പറ്റിയില്ല. പാടാൻ പറ്റിയില്ല എന്ന് പറയുന്നത് അല്ലേ? അതിനെ പറ്റി അങ്ങനെ പാടാൻ പറ്റാതെ ലാസ്റ്റ് എനിക്ക് ലാസ്റ്റത്തെ പോർഷൻ ഇച്ചിരി ഉടക്കാണ് അല്ലേ? നമ്മുടെ കൈ നിൽക്കുന്നില്ല. അത് വന്നപ്പോഴത്തേനും പെട്ടെന്നൊരു ഓക്കെ. ഇടയ്ക്ക് ഇങ്ങനെ ലിറിക്സ് ഇങ്ങനെ നോക്കുന്നുണ്ട്. വേണേ നേരെ വെക്കാറുണ്ട് ലിറിക്സ്. കുഴപ്പമില്ല, പാടി നന്നായിട്ട് പാടി. നല്ല ഗ്രിപ്പുണ്ട് പാട്ടിന്, അതാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് ഇങ്ങനെ ഒരു സെമി ക്ലാസിക്കൽ പാടണമെങ്കിൽ പെട്ടെന്ന് ഒരു പാട്ടെടുത്ത് നമുക്ക് സെലക്ട് ചെയ്ത് പാടാൻ പറ്റത്തില്ല. നന്നായിട്ട് പാടി നല്ല ഇരുത്തം വന്നിട്ടുള്ളതുകൊണ്ടാണ് പാടാൻ പറ്റിയത്. സംഗതികളും ഗമകങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ പാടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവസാനം പിന്നെ അതൊരു ഇതാണ് ഒരു വരികൾ, അത് എനിക്ക് തോന്നി വരികളിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന പാട്ട് പോകുന്നു. കുഴപ്പമില്ല, വളരെ ഓക്കെ, ഗുഡ്. താങ്ക് യു സാർ. ഇനി നേരെ ആന്റണി സാറിലേക്ക്. ധന്യ പി മുരളി. പിന്നെ സാർ പറഞ്ഞതുപോലെ ഒരു ടഫ് ഗാനമാണ്, സ്പീഡ് ഗാനമാണ്, സംഗതികൾ ഗമകങ്ങൾക്ക് ഓടി ഓടി പോകുന്നതാണ്. പക്ഷെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. കാരണം ഒരു പ്രൊഫഷണൽ സിംഗിങ്, നല്ല ക്ലാസിക്കൽ ഇരുത്തം വന്ന ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിൽ പാടാൻ പറ്റൂ കേട്ടോ. നല്ല രസമായിട്ട് പാടുന്നു, സംഗതികൾക്ക് നന്നായിരിക്കുന്നു, ഗുഡാണ്. പക്ഷേ അവസാനം വന്നപ്പോൾ ആ മുഖത്ത് തന്നെ അത് തെളിഞ്ഞു. അയ്യോ സാറേ, ഞാൻ തെറ്റ് പാടിയത്. അത് സംഗീതത്തിന് കലർപ്പില്ലാത്ത സംഗീതത്തിനകത്ത് കള്ളത്തരം ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് പാടിയ ആൾ തന്നെ ഇങ്ങനെ നമ്മൾ കാണിക്കാണ്, അയ്യോ തെറ്റിയെന്ന് അല്ലേ? യെസ്, കള്ളത്തരത്തിലുള്ള പാടുന്നവരാണ് അതങ്ങനെ ഇത് ചെയ്യത്തില്ല. അപ്പോൾ അത് വളരെ സത്യസന്ധമായിട്ട് ആ പാട്ടിനോട് നീതി പുലർത്തി. അവസാനം പാടാൻ എത്തിയില്ല, ലാസ്റ്റ് പോർഷൻ സ്ലൈറ്റ് സ്ലിപ്പ് ഉണ്ടായിരുന്നു അല്ലേ? നോട്ട് വരികൾ എനിക്ക് പെട്ടെന്ന് നോക്കി വന്നപ്പോഴത്തേനും അങ്ങ് എത്തിയില്ല. എങ്കിലും നല്ലൊരു സിംഗറാണ്, നല്ല ഇരുത്തം, നല്ല സാറ് പറഞ്ഞ പോലെ തന്നെ തൊണ്ടയിലൊക്കെ നല്ല സംഗതികൾ വീഴുന്ന, നല്ല ഗമകങ്ങൾ വീഴുന്ന ഒക്കെ നല്ല പാട്ടുകാരി തന്നെയാണ്. അതുകൊണ്ട് ഈ സ്റ്റാൻഡേർഡ് നിലനിർത്തണം, അവസാനത്തെ ആ സംഗതി ഒഴിച്ച്. ഓക്കെ, ശരി. സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ധന്യ പി മുരളിയാണ് ഇപ്പോൾ പാടി തീർന്നത്. നമുക്കൊരു എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ എത്തിച്ചേർന്നതിൽ. ഇനി നമ്മുടെ യാത്രയിൽ അവസാനം വരെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.